അള്ളാഹുവിൻ്റെ റഹ്മത്തിലേക്ക് യാത്രയായവർക്ക് വേണ്ടി പ്രത്യേകം ഇന്ന് നമ്മുടെ മയ്യവാടിയിൽ പോയി ദുആ ചെയ്യുന്നു. അള്ളാഹുവിൻ്റെ പള്ളിയിലിരുന്ന് എല്ലാ ദിവസവും ദുആ ചെയ്യുന്നു. ഇന്ന് പ്രത്യേകമായും അവരെ ഓർക്കണം. അള്ളാഹു അവർക്കെല്ലാം ജന്നാത്തുൽ ഫിർദൗസ് നസീബാക്കുമാറാകട്ടെ. നാഥനായ തമ്പുരാൻ പരിശുദ്ധ റമദാനിൽ നമ്മൾ ഇതുവരെ അൽഹംദുലില്ലാഹ് നല്ല ആരോഗ്യം അള്ളാഹു നൽകി. നമ്മുടെ പ്രായമുള്ള ഉപ്പമാരൊക്കെ തറാവീഹിനൊക്കെ വരാൻ പറ്റുന്നുണ്ട്. അൽഹംദുലില്ലാഹ്. വരാൻ പറ്റാതെ പലരും വീടുകളിലുണ്ട്. അള്ളാഹു പരിപൂർണ്ണ സലാമത്ത് നൽകുമാറാകട്ടെ. ഇതുവരെ നമുക്ക് ആരോഗ്യവും ആയുസ്സും നൽകിയ റബ്ബ് പൂർണ്ണമായും റമദാൻ പൂർത്തിയായി ഈദുൽ ഫിത്റിലെ സന്തോഷത്തിലും പങ്കെടുത്ത് ധാരാളം പരിശുദ്ധമായ റമദാനുകളും ഈദുൽ ഫിത്റും ഈദുൽ അദ്ഹയും അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ഫദീലത്തായ ദിനരാത്രങ്ങളിൽ ഒക്കെ ഇബാദത്തിനായി റബ്ബ് ഇനിയും തൗഫീഖ് നസീബാക്കുമാറാകട്ടെ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുത്തുനബി തങ്ങൾ പറഞ്ഞു, സല്ലല്ലാഹു അലൈഹി വസല്ലം, ഓ അബ്ബാസ്, ഇബ്നു അബ്ബാസ്, ഒരു ചെറിയ അമല് കൊണ്ട് ധാരാളം പാപങ്ങൾ പൊറുക്കുന്ന സിർറൻ വ അലാനിയത്തൻ കബീറൻ വ സഗീറൻ, വലുതും ചെറുതും രഹസ്യമായും പരസ്യമായും ചെയ്ത എല്ലാ തെറ്റുകുറ്റങ്ങളും മറച്ചുവെച്ചതും എല്ലാവരും അറിയുന്നതും വലുതും ചെറുതും ഒക്കെ റബ്ബ് പുറത്തു തരാൻ ഒരു അമലുണ്ട്. വളരെ ചുരുങ്ങിയ ഒരു അമലാണ്. ആ അമൽ കഴിയുമെങ്കിൽ എല്ലാ ദിവസവും ചെയ്യണം. നബി മുഹമ്മദ് മുസ്തഫ. അതിന് കഴിഞ്ഞില്ലെങ്കിൽ എല്ലാ ദിവസവും ചെയ്യാൻ പറ്റിയാൽ അത്രയും നല്ലത്. ഇല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം, പറ്റിയില്ലെങ്കിൽ ഒരു മാസത്തിൽ ഒരു തവണ, പറ്റിയില്ലെങ്കിൽ വർഷത്തിൽ ഒരു തവണയെങ്കിലും, ഇനി അതിനും സാധിച്ചില്ലെങ്കിലോ നിൻ്റെ ആയുസ്സിൽ ഒരു തവണയെങ്കിലും ആ ഭാഗ്യം നേടിയെടുക്കണേ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഒരു വലിയ ഭാഗ്യം കരസ്ഥമാക്കാൻ നമുക്ക് കിട്ടുന്ന നല്ലൊരവസരമാണ്. കൂട്ടമായി അള്ളാഹുവിൻ്റെ പള്ളിയിൽ ഫളീലത്തായ ഒരു നിസ്കാരത്തെക്കുറിച്ചാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഈ ഉണർത്തിയത്. അത് അനുഗ്രഹീതമായ തസ്ബീഹ് നിസ്കാരമാണ്. 4 റക്അത്താണ് ആ നിസ്കാരം. വെറും 4 റക്അത്ത്. പകൽ സമയത്ത് ഷാഫി മുസല്ലയാണ് നമ്മളുടേത്. പകൽ സമയത്താണെങ്കിൽ 4 റക്അത്ത് ചേർത്ത് നമ്മൾ ദുഹർ അസ്റൊക്കെ നിസ്കരിക്കും പോലെ ചേർത്ത് ഒരു അത്തഹിയാത്തിടയിൽ വന്ന് അവസാനത്തെ അത്തഹിയാത്ത് ഓതി അങ്ങ് പൂർത്തിയാക്കാം. തസ്ബീഹ് നിസ്കാരത്തിൻ്റെ സുന്നത്ത്, തസ്ബീഹിൻ്റെ സുന്നത്ത് നിസ്കാരം 4 റക്അത്ത് അല്ലാഹു തആലയ്ക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന് നിയ്യത്ത് വെച്ച് കൈകെട്ടിയാൽ മതി. രാത്രിയിലാണെങ്കിൽ അഫ്ളലായ രൂപം 2 റക്അത്ത് നിസ്കരിച്ച് സലാം വീട്ടി പിന്നീട് 2 റക്അത്ത് എഴുന്നേറ്റ് നിസ്കരിക്കലാണ്. അത് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ തർത്തീബ് ഒന്ന് പറയാം. അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. ഇന്ന് ഇൻഷാ അല്ലാഹ് നമുക്ക് തറാവീഹിൻ്റെ നിസ്കാരം കഴിഞ്ഞ് വിത്ർ നമസ്കാരവും കഴിഞ്ഞ് നിയ്യത്ത് പറഞ്ഞു കൊടുത്ത് കഴിഞ്ഞ് ഇൻഷാ അല്ലാഹ് കുറച്ച് ദുആ വസിയത്തുണ്ട്. അവർക്കെല്ലാം വേണ്ടി ദുആ ചെയ്ത് നമ്മുടെ പള്ളിയുടെ മയ്യവാടിയിലേക്ക് നമുക്കെല്ലാവർക്കും പോകണം. ഇന്ന് അൽഹംദുലില്ലാഹ് നല്ല ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഇന്ന് നോമ്പുതുറ നൽകിയ ആ കുടുംബം അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അവർ തന്നെ ഇന്ന് രാത്രി തറാവീഹിന് ശേഷമുള്ള ഭക്ഷണം കൂടെ ഏറ്റപ്പോൾ അതിന് ഇനിയും കുറച്ചുകൂടെ തുക നമ്മുടെ മഹല്ലിൽ നിന്ന് ആഡ് ചെയ്തിട്ട് അൽഹംദുലില്ലാഹ് നമുക്ക് മട്ടൻ വാങ്ങണം, ആടിനെ വാങ്ങണമെന്നൊരാഗ്രഹം. അങ്ങനെ അൽഹംദുലില്ലാഹ് ആഗ്രഹം പൂർത്തിയായി. ഇന്ന് നല്ല ആട്ട് ബിരിയാണി റാഹത്തായിട്ട് കൊടുക്കാനുള്ള തീരുമാനത്തിലാണ്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ആ ഭക്ഷണപ്പൊതി അള്ളാഹു ബറക്കത്ത് നൽകുമാറാകട്ടെ. നോമ്പ് തുറക്കാർക്കും ശേഷമുള്ള തറാവീഹിന് ശേഷമുള്ള അമലിലും പങ്കായ എല്ലാവരെയും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ആ ഭക്ഷണപ്പൊതിയൊക്കെ വാങ്ങി നമുക്ക് മയ്യവാടിയിലേക്ക് സിയാറത്തിന് കയറണം. അവിടെ നല്ല വെട്ടവും സംവിധാനമൊക്കെ ഉണ്ട്. നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ഖബറിൻ്റെ ചാരത്തേക്ക് നേരത്തെ ലൈറ്റ് ഇട്ടേക്കാണ്. അവരുടെയൊക്കെ ഖബറിൻ്റെ ചാരത്തൊന്ന് പോയി നിന്ന് നമുക്ക് സൂറത്ത് യാസീൻ ഓതി ഇൻഷാ അല്ലാഹ് എല്ലാ വർഷത്തെയും പോലെ നമുക്ക് ദുആ ചെയ്യണം. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ആ മയ്യവാടിയിലെ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ നസ്റും മദതും ബറക്കത്തും അള്ളാഹു നമുക്ക് ഏവർക്കും നസീബാക്കുമാറാകട്ടെ. ഇനിയും നമ്മളിങ്ങനെ നിലനിൽക്കണം. നമുക്ക് ആഫിയത്ത് വേണം, നമുക്ക് ദീർഘായുസ് വേണം, നമ്മുടെ പ്രാർത്ഥനകൾ അവർക്ക് വേണം, നമ്മുടെ ഖുർആനോത്ത് അവർക്ക് വേണമെന്ന് അവരാഗ്രഹിക്കുകയും അവരുടെ ഈ സ്വാലി സവാബ് നമ്മൾ ചെയ്യുമ്പോൾ അവരിൽ നിന്നുള്ള നസ്റും മദതും ബറക്കത്തും എല്ലാം അള്ളാഹു നമുക്കും നസീബാക്കി തരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് അത് കഴിഞ്ഞ് വീട്ടിലൊക്കെ പോയി ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഒരു 11:15 11:30 ആകുമ്പോൾ തന്നെ നമുക്ക് തിരികെ എത്താൻ പറ്റും. ഒരു അരമണിക്കൂർ സമയം ആ ടൈമിനിടയിൽ വന്നാൽ ഇൻഷാ അല്ലാഹ് നല്ല എല്ലാവരും ഇങ്ങ് പോരണം. നമുക്ക് പള്ളിയിൽ വന്ന് ഇൻഷാ അല്ലാഹ് കുറച്ചൊരല്പസമയം ഖുർആൻ ഓതിയിരുന്ന് എല്ലാവരും എത്തിക്കഴിയുമ്പോൾ തസ്ബീഹ് നിസ്കാരത്തിലേക്ക് കടക്കണം.
തസ്ബീഹ് നിസ്കാരത്തിന് ജമാഅത്ത് സുന്നത്തില്ല എങ്കിലും തഅലീമിന് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പല കണക്കായി മാറിപ്പോകാതെ കൂട്ടമായി തന്നെ നിന്ന് സഫൊക്കെ കെട്ടി നല്ല തർത്തീബായി നിന്ന് തന്നെ സാധാരണ ഒരു ഇമാമ് നിൽക്കുന്ന പോലെ ഒരു തഅലീമിന് വേണ്ടി ഒരാൾ നിന്ന് നീയത്തിലൊന്നും ജമാഅത്തോടുകൂടെ ഇമാമിനോടുകൂടെ എന്ന നീയത്തില്ല, ഒറ്റയ്ക്കൊറ്റയ്ക്ക് നിസ്കരിക്കും പോലെ തന്നെയാണ് തഅലീമിന് വേണ്ടി നമുക്ക് കൂട്ടമായിട്ട് നിന്ന് നിസ്കരിക്കാം. ആ തസ്ബീഹ് നിസ്കാരം പൂർത്തിയായി കഴിഞ്ഞ് മഹാനായ താജുൽ ഔലിയ സുൽത്താൻ മുഹിയുദ്ദീൻ റളിയല്ലാഹു അൻഹു മഹാനൂരാണ് നമുക്ക് ദിക്ർ ചൊല്ലേണ്ട രൂപം, നല്ല തർത്തീബ് തസ്ബീഹുകൾ അദ്കാറുകൾ അവിടെ നിന്ന് നമുക്ക് പഠിപ്പിച്ച് നൽകിയിട്ടുണ്ട്. ഇൻഷാ അള്ളാഹ് ആ ഫദീലത്തായ അവിടുത്തെ തസ്ബീഹുകൾ അദ്കാറുകൾ നമുക്ക് ചൊല്ലണം. കുറേ സമയമുണ്ട് ദിക്റിലായി മുഴുകണം. കുറേ സമയം ദിക്റൊക്കെ ചൊല്ലി തൗബ പറഞ്ഞ് ഇൻഷാ അള്ളാഹ് ഒരു 1:45-2 മണി അടുപ്പിച്ച് നമുക്ക് പിരിയാം. വീട്ടിൽ പോയാൽ അതിനിടയിൽ കട്ടൻ ചായയും സംവിധാനവും ഒക്കെ ഒരുക്കുന്നുണ്ട് ഇൻഷാ അള്ളാഹ്. അത് കഴിഞ്ഞാൽ തൗബയൊക്കെ പറഞ്ഞ് ദുആ ചെയ്ത് എല്ലാവരും മുസാഫാത്ത് ചെയ്ത് സന്തോഷമായി സ്നേഹത്തോടെ ഇവിടെ നിന്ന് പോയി വീട്ടിൽ പോയി അല്പസമയം ഉറങ്ങണം. തഹജ്ജുദ് നിസ്കരിക്കാനുള്ള അവസരം കിട്ടും. അത് കഴിഞ്ഞ് ഇൻഷാ അള്ളാഹ് നാളെ സുബഹിന് വെളുപ്പിന് സുബഹിന് എല്ലാവരും പള്ളിയിലെത്തുകയും വേണം. അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. എല്ലാ ഇബാദത്തും അതിൻ്റെ മര്യാദ അനുസരിച്ച് ചെയ്യാനുള്ള തൗഫീഖ് അള്ളാഹു നസീബാക്കുമാറാകട്ടെ. തസ്ബീഹ് നിസ്കാരത്തിൽ തസ്ബീഹിൻ്റെ സുന്നത്ത് നമസ്കാരം 2 റക്അത്ത് അള്ളാഹു തആലയ്ക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന് നിയ്യത്ത് വെച്ച് കൈകെട്ടണം. 4 റക്അത്തിലും കൂടെയായിട്ട് 300 തസ്ബീഹ്. തസ്ബീഹിൻ്റെ ഒരു അതിപ്രസരമാണ്. അതുകൊണ്ടാണ് കൂടുതലായും തസ്ബീഹ് കൂടുതലായി ചൊല്ലാൻ അവസരമുള്ള ഒരു നിസ്കാരമായതുകൊണ്ടാണ് തസ്ബീഹ് നിസ്കാരം എന്ന് പറയുന്നത്. അപ്പോൾ തസ്ബീഹിൻ്റെ സുന്നത്ത് നമസ്കാരം 2 റക്അത്ത് അള്ളാഹു തആലയ്ക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു. അല്ലാഹു അക്ബർ കൈകെട്ടി വജ്ജഹത്ത് ഓതണം. വജ്ജഹത്ത് വജ്ഹിയ ലില്ലദി ഓതി പൂർത്തിയായി കഴിഞ്ഞ് ഫാത്തിഹ ഓതണം. സൂറത്തു തകാസുർ അൽഹാകുമുത് തകാസുർ ആ സൂറത്ത് ഓതണം. ഓതിക്കഴിഞ്ഞാൽ ഒരു 15 തവണ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ, അങ്ങനെ 15 തവണ. കൂടുതൽ 3 അനക്കം അമിതമായ അനക്കം വരാത്തതിലേക്ക് നമ്മളിങ്ങനെ കൈകെട്ടി നിൽക്കുമ്പോൾ തന്നെ മെല്ലെ മെല്ലെ എണ്ണം പിടിക്കാൻ പറ്റും. ഒന്നിങ്ങോട്ട് നീക്കി ഒരു വിരൽ മെല്ലെ മെല്ലെ വളരെ ലേറ്റായിട്ട് നമുക്കിങ്ങനെ എണ്ണം പിടിക്കാൻ പറ്റും. ഒരു സംശയം ഉണ്ടെങ്കിൽ ആ കുറഞ്ഞ എണ്ണത്തിൽ പിടിച്ച് ആ പറഞ്ഞ 15 പൂർത്തിയാക്കണം. ഇനി റുക്കൂഇലാണ്. അല്ലാഹു അക്ബർ, റുക്കൂഇലേക്ക് പോയി സുബ്ഹാന റബ്ബിയൽ അദീം വബിഹംദിഹി അവിടെ പറയേണ്ടത് 3 തവണ സാധാ പറയുമല്ലോ, അത് പറഞ്ഞ് 3 തവണ പൂർത്തിയായി കഴിയുമ്പോൾ അവിടെ 10 തവണ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ 10 തവണ പറയണം. അത് കഴിഞ്ഞ് സമിഅ അല്ലാഹു ലിമൻ ഹമിദ റബ്ബനാ ലക്കൽ ഹംദു മിൽ അസ്സമാവാതി അത് സാധാ പറയും പോലെ പറഞ്ഞതിന് ശേഷം വീണ്ടും അവിടെ 10 തവണ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. ഇനി നേരെ സുജൂദിലേക്ക് സമിഅ അല്ലാഹു ലിമൻ ഹമിദ കഴിഞ്ഞ് ഇഅ്തിദാലിൽ പറയേണ്ട പറഞ്ഞു. ഇനി നേരെ സുജൂദിൽ പോയി അവിടെ സുബ്ഹാന റബ്ബിയൽ അഅ്ല വബിഹംദിഹി അത് 3 തവണ സാധാ പറയും പോലെ പറഞ്ഞതിന് ശേഷം അവിടെയും 10 തവണ പറയണം. ശേഷം ഒന്ന് നിവർന്ന് ഒന്നാമത്തെ സുജൂദ് കഴിഞ്ഞിട്ട് ഇടയിലിരുത്തം. ആ ഇരുത്തത്തിൽ റബ്ബി ഗഫിർലി വർഹംനി വജ്ബർനി അത് പറഞ്ഞു കഴിഞ്ഞാൽ 10 തവണ. വീണ്ടും സുജൂദിലേക്ക് രണ്ടാമത്തെ സുജൂദിലേക്ക് അവിടെ സുബ്ഹാന റബ്ബിയൽ അഅ്ല വബിഹംദിഹി പറയേണ്ടത് പറഞ്ഞു കഴിഞ്ഞാൽ 10 തവണ. ഇനി നേരെ നമ്മൾ ഒന്ന് ഇസ്തിറാഹത്തിൻ്റെ ഒരു ഇരുത്തമുണ്ട്, ഒരു റെസ്റ്റ് ഇരുത്തം. ഇങ്ങനെ വന്നൊന്ന് ഇരുന്നിട്ട് എഴുന്നേറ്റ് ഉയരലാണ്, ഖിയാമിലേക്ക് വരലാണ് സുന്നത്തായ രൂപം. അപ്പോൾ ആ ഇരുത്തത്തിൽ അങ്ങ് ഇരിക്കും. തക്ബീർ പറഞ്ഞാണ് നിവർന്നിരിക്കുന്നത്. ഇരുന്നാൽ അവിടെ ഒരു 10 തവണ ചൊല്ലണം. ശേഷം പിന്നെ തക്ബീർ പറയാതെ തന്നെ അങ്ങ് എഴുന്നേറ്റ് വന്നാൽ രണ്ടാമത്തെ റക്അത്തിലേക്ക് കടന്നു. അവിടെ ഉടനെ ഫാത്തിഹ ഓതുന്നു. സൂറത്തുൽ അസ്ർ വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ആ സൂറത്ത് ഓതുന്നു. ഓതി കഴിയുമ്പോൾ വീണ്ടും പഴയതുപോലെ 15 തവണ. അപ്പോൾ 15 തവണ ചൊല്ലുന്നത് നൃത്തത്തിൽ മാത്രമാണ്. 15 തവണ ഈ തസ്ബീഹ പറയണം. റുക്കൂഇൽ പോകണം. അതിൽ പറയേണ്ടത് പറഞ്ഞതിന് ശേഷം 10 തവണ സമിഅ അല്ലാഹു ലിമൻ ഹമിദ റബ്ബനാ ലക്കൽ ഹംദു മിൽ അസ്സമാവാതി പറഞ്ഞിട്ട് 10 തവണ നേരെ സുജൂദിൽ പറയേണ്ട പറഞ്ഞു കഴിഞ്ഞാൽ 10 തവണ. വീണ്ടും നൂന്നിരിക്കുന്ന റബ്ബി ഗഫിർലി വർഹംനി പറഞ്ഞിട്ട് 10 തവണ. വീണ്ടും സുജൂദിലെ സുബ്ഹാന റബ്ബിയൽ അഅ്ല വബിഹംദിഹി പറഞ്ഞതിന് ശേഷം 3 തവണ പറഞ്ഞതിന് ശേഷം 10 തവണ. ഇനി നിവർന്നിരിക്കുന്നത് അത്തഹിയാത്താണ്. അത്തഹിയാത്തിൽ ആദ്യം 10 തവണ ഈ തസ്ബീഹ് അങ്ങ് പറയണം. പറഞ്ഞു കഴിഞ്ഞിട്ട് അത്തഹിയാത്ത് ഓതണം. തഹിയാത്ത് ഓതി പൂർത്തിയാക്കി മസീഹ് ദജ്ജാൽ വരെ ഫുള്ള് നമ്മൾ ഈ പറയുന്ന പോലെ തന്നെ മൊത്തത്തിൽ ഓതി പൂർത്തിയാക്കി സലാം വീട്ടും. 2 സലാം വീട്ടി കഴിയുമ്പോൾ 2 റക്അത്ത് കഴിഞ്ഞു. ഇനിയും എഴുന്നേറ്റ് നിസ്കരിക്കുമ്പോൾ തസ്ബീഹിൻ്റെ സുന്നത്ത് നമസ്കാരം 2 റക്അത്ത് അല്ലാഹു തആലയ്ക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന് പറഞ്ഞ് നിസ്കരിക്കണം. ഒന്നാമത്തെ റക്അത്തിൽ ഫാത്തിഹ ഓതും. ഫാത്തിഹ കഴിഞ്ഞാൽ സൂറത്തുൽ കാഫിറൂനാണ്. രണ്ടാമത്തെ റക്അത്തിൽ സൂറത്തുൽ ഇഖ്ലാസ് ഖുൽ ഹുവല്ലാഹു അഹദ്
ഇങ്ങനെയാണ്. ഒരു റക്അത്തിൽ 75 തസ്ബീഹാണ്, 2 റക്അത്തിലാകുമ്പോൾ 150 തസ്ബീഹായി. അങ്ങനെ 4 റക്അത്തും കൂടെ ചേരുമ്പോൾ 300 തസ്ബീഹ്. തസ്ബീഹ് ധാരാളം ചൊല്ലാൻ പറ്റുന്ന നിസ്കാരമാണ് തസ്ബീഹ് നിസ്കാരം. പലരും വെള്ളിയാഴ്ചകളിലൊക്കെ നിസ്കരിക്കുന്നുണ്ട്, അൽഹംദുലില്ലാ. പല സമയങ്ങളിലും നിസ്കരിക്കുന്നുണ്ട്. മഗ്രിബ് കഴിഞ്ഞൊക്കെ പലരും നിസ്കരിക്കുന്ന കാണാം. അള്ളാഹു ഖബൂലാക്കുമാറാകട്ടെ. ഏതായാലും ഒരുമിച്ച് നമുക്ക് അള്ളാഹുവെ ഈ പരിശുദ്ധ റമദാനിലെ എല്ലാ വർഷവും 27ാമത്തെ രാവിനെ നമുക്കങ്ങനൊരു സൗഭാഗ്യം അള്ളാഹു നൽകുന്നല്ലോ. അതുകൊണ്ട് വീട്ടിൽ പോയി ബിരിയാണി എല്ലാം കഴിച്ചിട്ട് ഇനി വരണം. കഴിഞ്ഞ വർഷം 60 പേര്, എല്ലാ എണ്ണം എൻ്റെ കയ്യിലുണ്ട്. കഴിഞ്ഞ വർഷം ഞാൻ ഇവിടെ നിന്ന് എണ്ണിയപ്പോൾ 10-60 പേരോളം ഉണ്ടായിരുന്നു. അതിന് മുമ്പത്തെ വർഷം എണ്ണുമ്പോൾ 50-60 പക്ഷേ ഇപ്പോഴോ ഒരു 170-170ഓളം പൊതി, 145-150 പൊതിയൊക്കെയാണ് ഇവിടെ കൊടുക്കുന്നത്. അത്ര ആളുണ്ടാവും. അപ്പോൾ എല്ലാവരും ഇങ്ങ് വരണം. അള്ളാഹു ഖബൂലാക്കുമാറാകട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് പോയി ഉറങ്ങാനും സമയം കിട്ടും ഇൻഷാ അല്ലാഹ്. ഒരു 1:45-2 മണിക്ക് നമുക്ക് പിരിയാനും പറ്റും. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. നബിയുനാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എല്ലാ ഇബാദത്തും നല്ല മുത്തു പറഞ്ഞത് ഞാൻ ചെയ്യും, നല്ല ഉറച്ച വിശ്വാസത്തോടെ ചെയ്യുന്ന മുഅ്മിനീങ്ങൾക്കൊരു വലിയ പ്രതിഫലമുണ്ട്. മുത്തു പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ ചെയ്യും. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഇന്നത് പറഞ്ഞു, ഞാൻ ചെയ്യും. ബുധനാഴ്ച ദിവസം നഖം വെട്ടല്ലേ, മുടി വെട്ടരുതേ ബുധനാഴ്ച ദിവസം, അല്ലേ? അങ്ങനെ ഒരു വാക്ക് പറഞ്ഞതായിട്ട് ഒരു ഹദീസ് കണ്ടു. അവർ കേട്ടു, ഒരു ഹദീസ് കേട്ടു. ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദിൻ്റെ പ്രസംഗത്തിൽ നിന്ന് ലഭിച്ച ഒരു ഇൽമാണ്. അള്ളാഹു ഉസ്താദ് അവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാകട്ടെ. അപ്പോൾ അതെന്തായാലും വെട്ടിയാൽ കുഴപ്പമൊന്നിങ്ങനെ ചിന്തിച്ചിട്ട് അത് ലഈഫല്ലേ എന്നൊരു സംശയത്തിലും, അങ്ങനെ ഒരു ഹദീസ് അതുണ്ടോ ഇല്ലേ സംശയത്തിൽ, എന്നിട്ട് നഖം വെട്ടി. വെള്ളപ്പാണ്ട് വന്നു. അപ്പോൾ വിഷമിച്ചു. സ്വപ്നത്തിൽ അദ്ദേഹം കണ്ടു. ഭയങ്കര വിഷമം പറഞ്ഞപ്പോൾ പറഞ്ഞതാണ് ആ ദുഃഖത്തിന് പരിഹാരം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എൻ്റെ ഹദീസാണെന്ന് കേട്ടില്ലേ, പിന്നെന്തിന് ഇങ്ങനെ തൊണ്ടയിൽ തട്ടിച്ചും അളന്നും കുറിച്ചും അത് ആ ഹദീസ് ഈ ഹദീസ് എന്നൊക്കെ പറഞ്ഞ് സമയം കളഞ്ഞത് എന്തിന്? എൻ്റെ ഹദീസ് എന്ന് കേട്ടില്ലേ, സ്വീകരിച്ചുകൂടെ? നമ്മളൊരു ഹദീസ് കേട്ടതാണ് പരിശുദ്ധമായ തസ്ബീഹ് നിസ്കാരത്തെക്കുറിച്ച്. മഹത്തുക്കൾ പരിശുദ്ധമായ ബുഖാരി മുസ്ലിം മഹത്തുക്കളുടെ മുത്തഫഖുൻ അലൈഹിയായ ഹദീസുകളിലൊക്കെ ഉള്ളത്. എങ്കിലും തിരുനബി തങ്ങളുടെ വാക്കെന്ന് പറയുമ്പോൾ ആവേശത്തോടെ നമ്മളിങ്ങ് പോരണം ഈ അമലിന് വേണ്ടി. അങ്ങനെ വിശ്വസിച്ച് ചെയ്തവർക്ക് ഇന്നത്തെ തറാവീഹിൻ്റെ പ്രതിഫലവും അവർ അതിവേഗം മിന്നൽ പിണർ പോലെ സിറാത്ത് മുറിച്ചു കിടക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലാ യർഖൂന വലാ യസ്തർഖൂന വലാ യതതയ്യറൂൻ. അവരുടെ ഗുണങ്ങൾ പറയുന്നത് വകാന ഇഅ്തിഖാദുഹു ഗൈറു ഷാഖ്, ഒരു സംശയവുമില്ലാത്ത ഈമാൻ്റെ ഉടമകളാണ് അവർ. അവരുടെ പ്രത്യേകത, അവർ പക്ഷിശാസ്ത്രം നോക്കൂല. അവർ ഒരു മന്ത്രവാദിയുടെ മുന്നിലും മരണകാലം വരെ അവർ പോയിരിക്കൂല. കൂടോത്രം ചെയ്യാനിരിക്കൂല, മാരണം ചെയ്യാനിരിക്കൂല. ആരോടെങ്കിലും വെറുപ്പുണ്ടെങ്കിൽ അവനെ വീഴ്ത്തിക്കളയണമെന്ന നീയത്തോടുകൂടെ ഒരായത്ത് പോലും അവർ ഓതൂല. അതിനുവേണ്ടി ഒരു ദിക്റും ചൊല്ലൂല, അതിനുവേണ്ടി ഒരു ബദ്ദുആയും ചെയ്യൂല. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. വലാ യസ്തർഖൂന വലാ യതതയ്യറൂൻ. ഇന്നലെ പറഞ്ഞതാണ് ആ ഗുണം, എല്ലാവരിലും ഉണ്ടാവേണ്ട ഗുണം. എല്ലാവരോടും സ്നേഹത്തോടെ, എത്ര ശത്രു ഉണ്ടെങ്കിലും അള്ളാഹു നോയിക്കോളൂ എന്ന് മാത്രം പറഞ്ഞ് നമ്മളുടെ ഇബാദത്തിലും നമ്മുടെ ഹിസാബിന് ചുരുക്കി തരണേ റബ്ബേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ദുആ ചെയ്തുകൊണ്ടിരിക്കുക. നമ്മുടെ ഹിസാബ് തന്നെ പറഞ്ഞാൽ തീരൂല. പൊരുത്തപ്പെട്ടങ്ങ് കൊടുത്താൽ അള്ളാഹു അവിടെ ഇടപെട്ടോളും. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും സലാമത്താക്കട്ടെ. മിന്നൽ വേഗത്തിൽ സിറാത്ത് കടക്കുന്ന ഭാഗ്യവാന്മാരുടെ ലിസ്റ്റിൽ അള്ളാഹു നമ്മളെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നത്തെ നോമ്പ് തുറക്കാർ, അതുപോലെ ഇന്ന് തറാവീഹിന് ശേഷമുള്ള ഫുഡ് നൽകിയ ആ കുടുംബത്തെ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ നമ്മുടെ മുക്കടയിലെ റംസാനിക്കയുടെ ഉമ്മയുടെ ആണ്ടിൻ്റെ ദിനമാണ്. ദുആ വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. അള്ളാഹു ആ ഉമ്മയ്ക്ക് ജന്നാത്തുൽ ഫിർദൗസ് നൽകുമാറാകട്ടെ. പരിശുദ്ധമായ ഈ റമദാനിൽ ആരുടെയൊക്കെ മാതാപിതാക്കൾ അള്ളാഹുവിൻ്റെ റഹ്മത്തിലേക്ക് യാത്രയായവർ അവർക്ക് എല്ലാവർക്കും അള്ളാഹു ജന്നാത്തുൽ ഫിർദൗസ് നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അർഹമർ റഹീമായ അല്ലാഹ്, കൃപയുള്ള പടച്ചവനെ, ഞങ്ങൾക്ക് ഇന്നത്തെ ദിവസത്തിൽ എല്ലാ സൗകര്യവും ഒരുക്കി തന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട മഹല്ലിലെ മുഴുവൻ മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ അനുഗ്രഹിക്കണേ അല്ലാഹ്. വലിയ പ്രതിഫലം നൽകണേ അല്ലാഹ്. ഞങ്ങൾക്ക് ഭക്ഷണം ഒരുക്കി തർത്തീബാക്കി അത് പൊതിഞ്ഞ് ഞങ്ങളുടെ മുന്നിൽ എത്തിച്ചു നൽകുന്ന ഞങ്ങളുടെ കൂട്ടുകാർ, ഞങ്ങളുടെ മുത്തവല്ലിമാർ, ഞങ്ങളുടെ പ്രിയപ്പെട്ട കുരുന്നു മക്കൾ ഉൾപ്പെടെ എല്ലാവർക്കും നീ ഖൈറു ചൊരിയണേ റബ്ബേ. അള്ളാഹുവേ, ഇന്ന് നോമ്പുതുറ നൽകിയ ആ കുടുംബം, തറാവീഹിന് ശേഷമുള്ള ഭക്ഷണവും നൽകുന്ന കുടുംബം റബ്ബേ, അവരെല്ലാം സ്വീകരിക്കണേ റഹ്മാനെ. സതുദ്ദേശങ്ങളെ സഫലീകരിക്കണേ അല്ലാഹ്.
ജന്നാത്തുൻ നഈമിൽ ഫദീലത്തായ സുന്ദര സുവനത്തിൽ അവരുടെ കുടുംബത്തിൽ മരണപ്പെട്ടു പോയ എല്ലാവരെയും നീ ഒരുമിപ്പിക്കണേ റഹ്മാനെ. അള്ളാഹുവെ, കുടുംബത്തിൽ പ്രായമുള്ള ഉപ്പയുണ്ട്, പ്രായമുള്ള ഉമ്മയുണ്ട്, അവർക്ക് പരിപൂർണ്ണ ശിഫാ നൽകണേ അല്ലാഹ്. ആഫിയത്തോടെ ദീർഘായുസ്സു നസീബാക്കണേ പടച്ചവനെ. ഞങ്ങളുടെ ദുആകൾക്ക് ഇജാബത്ത് നൽകണേ റഹ്മാനെ. അള്ളാഹുവെ, ഇന്ന് പ്രിയപ്പെട്ട മാതാവിൻ്റെ ആണ്ടാണെന്ന് അറിയിച്ച പ്രിയപ്പെട്ട സഹോദരൻ്റെ പ്രിയ ഉമ്മയ്ക്ക് ജന്നാത്തുൽ ഫിർദൗസ് നൽകണേ റഹ്മാനെ. ഞങ്ങളിന്ന് മയ്യവാടിയിൽ ചെയ്യുന്ന സിയാറത്ത് സ്വീകരിക്കണേ റഹ്മാനെ. അള്ളാഹുവെ, സുന്ദര സുവനത്തിൽ അവരെ അവ്വലിൽ അമ്രിൽ ഞങ്ങളെയും അവരോടൊപ്പം ഒരുമിപ്പിക്കണേ റഹ്മാനെ.